ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബക്സ്റ്റർ മീഡിയ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൊമെന്റ് ജേസ് ആണ്. മൊമെന്റ് ജേസിലെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മൊമെന്റ് ജേസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊമെന്റ് ജേസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു ഡേറ്റ് ആൻഡ് ടൈം ലൈബ്രറിയാണ്. ഡേറ്റ് ആൻഡ് ടൈം ഹാൻഡിൽ ചെയ്യാനുള്ള ലൈബ്രറിയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ലൈബ്രറി. ഇതുപോലെ തന്നെ ഡേജേഴ്സും ഉണ്ട്, ബട്ട് ഞാൻ പറയുവാണെങ്കിൽ മൊമെന്റ് ജേസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് എൻ്റെ വർക്ക്സ് കാര്യങ്ങളൊക്കെ ജോലിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞ് എടുക്കുന്ന വീഡിയോസാണ് ഇത്. മെയിൻലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മൊത്തം വാച്ച് ചെയ്യുക, ബിക്കോസ് ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം എനിക്ക് ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട എറേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഫിക്സ് ആക്കി എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് മൊമെന്റ് ജേസ് ഇൻസ്റ്റാൾ ചെയ്യാം. NPM ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് NPM ഇൻസ്റ്റാൾ മൊമെന്റ് എന്ന് അടിച്ചാൽ മതി. ഇതിൽ പല രീതിയിലുള്ള ഇൻസ്റ്റാളിങ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊമെന്റ് നമുക്ക് ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യാം, ബാക്ക് എൻഡിൽ യൂസ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് CDN ഇമ്പോർട്ട് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് എൻഡിലാണെങ്കിൽ ഇതുപോലെ NPM ഇൻസ്റ്റാൾ അടിച്ച് നമുക്ക് നോഡിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇന്ന് നോഡിൽ എങ്ങനെയായിരിക്കും ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ആപ്പ് ഡോട്ട് ജേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി NPM മിനിറ്റ് അടിക്കാം. NPM മിനിറ്റ് എൻ്റർ കമോൺ. ഓക്കെ, എൻ്റർ ഫുൾ എൻ്റർ ആൻഡ് നമുക്ക് ആ കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ആൻഡ് NPM ഇൻസ്റ്റാൾ മൊമെന്റ്. അപ്പോൾ മൊമെന്റ് സേവ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബലിലേക്ക് സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ കോൺസ്റ്റ് മൊമെന്റ് ഓക്കെ. ഇതിൽ ഫസ്റ്റ് തന്നെ ഏതൊരു ഫോർമാറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ജസ്റ്റ് മൊമെന്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് കോൾ ഈ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് വിളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മൊമെന്റ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നോഡ് മോഡിൽ റൺ ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് കിട്ടുന്നത് ഒരു മൊമെന്റിന്റെ ഒരു സംഭവമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് മൊമെന്റിന്റെ ഫസ്റ്റ് ഒരു സംഭവം കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡോട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഫോർമാറ്റ് തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ഇങ്ങനെ ഫോർമാറ്റ് എന്ന് അടിച്ചാൽ ഇങ്ങനൊരു ടെക്സ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ അവിടെ കോപ്പി പേസ്റ്റ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മുടെ ഡേറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു T വരുന്നുണ്ട്. ഇത് ടൈം സോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ടൈം സോൺ ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ ടൈം വരുന്നുണ്ട്. ഇപ്പോൾ 12:03 ആൻഡ് ദിസ് ഇസ് ദ ടൈം. ആൻഡ് നമുക്കിവിടെ ടൈം സോൺ കിട്ടുന്നുണ്ട്. ടൈം സോൺ എന്ന് പറഞ്ഞാൽ 5:30, അതായത് ഇന്ത്യൻ ടൈം സോൺ ആണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതായിരിക്കും ഇനീഷ്യലായിട്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് പറയട്ടെ, നിങ്ങൾ ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുമ്പോൾ സ്ട്രിങ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, സ്ട്രിങ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഇത് ഞാൻ കുറച്ചും കൂടി ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലവട്ടം പണി കിട്ടിയിട്ടുള്ളതാണ് ഈ സ്ട്രിങ് കിട്ടുന്നതും മൊമെന്റിന്റെ ഒബ്ജക്റ്റ് കിട്ടുന്നതും. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ വീഡിയോയിലത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമുക്കിവിടെ ഫോർമാറ്റ് എങ്ങനെയൊക്കെ കാര്യങ്ങളിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് നമുക്ക് വൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ജസ്റ്റ് 2024 എന്ന് കിട്ടും. വൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിവിടെ 2024 എന്ന് കിട്ടും. ആൻഡ് നമുക്കിവിടെ നിങ്ങളിവിടെ കൺസോളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ കേട്ടോ. ഞാൻ ഇവിടെ കൺസോളിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ വൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സെയിം ഔട്ട്പുട്ട് കിട്ടും, 2024. ആൻഡ് നമുക്കിവിടെ എന്താ പറയുക, എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇയറും മന്തും കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ DD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇയർ മന്ത് ഡേറ്റ്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു സാധനം ഇനി എങ്ങനെ വേണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. ലൈക്ക് ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യാം. വാട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്കേപ്പ് സീക്വൻസ് പറ്റുമോ? യാ, നോ, എസ്കേപ്പ് പറ്റത്തില്ല. ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ സ്പേസ് ഇട്ടിട്ട് വേണമെങ്കിൽ സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വരുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഓർഡർ മാറ്റാൻ പറ്റും കേട്ടോ. അതായത് DD MM
വൈ ഇങ്ങനെ ആക്കാൻ പറ്റും. ഓക്കെ, DDMM ഇതിൻ്റെ ഇടയിൽ ഇനി വേണമെങ്കിൽ അണ്ടർസ്കോർ കൊടുക്കാം, വേണമെങ്കിൽ മൈനസ് കൊടുക്കാം. ലൈക്ക് അണ്ടർസ്കോർ നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഔട്ട്പുട്ടും കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നല്ല ജലദോഷം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അണ്ടർസ്കോറും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഇവിടെ നോട്ട് മോൺ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ദെൻ നമുക്ക് ഇനി വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം ഇടാൻ വേണ്ടിയിട്ട് HH എന്നിട്ട് കഴിഞ്ഞാൽ ഹവർ കിട്ടും. ഓക്കെ, ഇപ്പോൾ 00 ആണ് ഹവർ. അത് കഴിഞ്ഞാൽ MM എന്നിട്ട് കഴിഞ്ഞാൽ മിനിറ്റ് കിട്ടും. അപ്പോൾ മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് SS. ഓക്കെ, SS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കിട്ടും. നമുക്ക് സ്മോളസ്റ്റും ഉണ്ട്, യു ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ. ഓക്കെ, ദെൻ ഇവിടെ മിനിറ്റ് നമുക്ക് ഇങ്ങനെ വേണം യൂസ് ചെയ്യാം, MM. ഓക്കെ, ഇപ്പോൾ മറ്റെന്താ പറയുക, റെയിൽവേ ടൈമും നോർമൽ ടൈമും അല്ലേ, അതായത് 24 ഹവേഴ്സും 12 ഹവേഴ്സും. ഓക്കെ, അത് നമുക്ക് ഈ ക്യാപിറ്റലും സ്മോളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ വരുന്നതാണ് ഞാൻ ജസ്റ്റ് ബേസ് പറഞ്ഞ് വേഗം പോകണതാട്ടോ. നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഡോക്സിൽ അവൈലബിൾ ആണ്. ഡോക്സിൽ എന്താ പറയുക, ഇവിടേക്ക് വരാം, ഡോക്സിക്ക് പോവുക, യൂസിങ് മൊമെന്റ് എന്ന് പറഞ്ഞ സാധനം നോക്കാം. ഇതിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാളിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കുറച്ചും കൂടി അടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് കാര്യങ്ങൾ മൊത്തം ഫോർമാറ്റും കിട്ടും. നമ്മൾ ഈ ISO സ്ട്രിങ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ഇതൊക്കെ ISO സ്ട്രിങ്ങിൻ്റെ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫോർമാറ്റുകളിലൊക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നിന്ന് നോക്കിയാൽ മതി, സ്ട്രിങ് പ്ലസ് ഫോർമാറ്റ്. ഓക്കെ, അതായത് MMMDD ദാറ്റ് തിങ്സ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതൊക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുകളാണ്. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഷീറ്റ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഒരു ചീറ്റ് ഷീറ്റിൻ്റെ ഒരു സാധനം ഞാൻ കൊണ്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് തന്നെ ഡെവ്ഹിൻസ് എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സാധനത്തിൻ്റെ ചീറ്റ് ഷീറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫുൾ സംഭവങ്ങളുണ്ട്. അതായത് ഇത് എങ്ങനെയൊക്കെ വേണം, നമുക്ക് എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യണം, ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ഫൈനലി ഫോർമാറ്റിങ്ങിൻ്റെ ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കിപ്പോൾ 12 ഹവേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ AM ഉം PM ഉം കാണിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെക്കൻഡ്സ് വേണമെങ്കിൽ സെക്കൻഡ്സ് വയ്ക്കാം. ജസ്റ്റ് ചെയ്യുന്ന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് AM ആണോ PM ആണോ എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ചെയ്യുന്ന കൊടുത്താൽ മതി. അതുപോലെ സെക്കൻഡ്സ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ then also we will get AM or PM. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമുക്ക് ഫോർമാറ്റിനെ പറ്റിയിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ISO സ്ട്രിങ്ങും RFC എന്താണെന്നുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിവിടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ChatGPT-യിൽ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് RFC എന്താണെന്ന് നോക്കാം. RFC ആൻഡ് ISO 8601 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഡേറ്റ് ഫോർമാറ്റ്സ്. ഇതാണ് നമ്മുടെ മൊമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൊമെന്റിന്റെ ഉള്ളിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ മൊമെന്റിന്റെ ഉള്ളിൽ എങ്ങനെ ഡേറ്റ് കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഇങ്ങനെ ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എറർ കിട്ടുന്നതായിരിക്കും. അതായത് ഈ ISO സ്ട്രിങ് ഈസ് നോട്ട് വാല്യുബിൾ ആൻഡ് ഇവിടെ വാല്യൂ ഈസ് പ്രൊവൈഡഡ് ഈസ് നോട്ട് ഇൻ എ റെക്കഗ്നൈസ്ഡ് RFC 2822 ഓർ ISO ഫോർമാറ്റ്. അതായത് മൊമെന്റിന്റെ സമ്മതിക്കുന്ന ഫോർമാറ്റുകളല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൊമെന്റിന്റെ ഈ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് വി ക്യാൻ ഗോ ഇൻസൈഡ് ദിസ് തിങ്. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് തരുന്നതാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു വൺ ടൈം വാർണിംഗ് ആണ്. ബട്ട് നിങ്ങൾ ഇങ്ങനെ ഫോർമാറ്റ് അവോയ്ഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവാലിഡ് ഡേറ്റ് ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് എന്താ നോക്കാം. Do not use this format. If it is work also, don't use that one. Okay, കാരണം ഇത് നമ്മൾ ISO അല്ലാത്ത നോർമൽ ഡേറ്റ് ഫോർമാറ്റ് കൊടുത്താൽ ഈ സാധനം വർക്ക് ആകും, ബട്ട് നിങ്ങൾക്ക് എറർ കാണിക്കുന്നതായിരിക്കും. സോ പ്ലീസ് അവോയ്ഡ് യൂസിങ് ദാറ്റ് ഡേറ്റ് ഫോർമാറ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ നമുക്ക് നോക്കാം. RFC 2822 ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമാറ്റ് DDD DDMM
YY ഈ ഒരു ഫോർമാറ്റാണ്. അതായത് ഡേ, അതായത് ഡേ ഇൻ എ വീക്ക്, അതുപോലെ തന്നെ ഡേ കാണിക്കും, അതുപോലെ മന്ത് കാണിക്കും, ഇയർ കാണിക്കും, ടൈം കാണിക്കും, ടൈം സോൺ കാണിക്കും. ഇതാണ് നമ്മുടെ RFC ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് മെയിൽ ഹെഡേഴ്സിലാണ്. അതുപോലെ ഓൾഡർ സിസ്റ്റത്തിലൊക്കെയാണ്, ഇത് പഴയ സിസ്റ്റത്തിലൊക്കെയാണ് ഈ സാധനം മെയിൻലി യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ യൂസേഴ്സ് ഫിക്സ്ഡ് വെനസ്ഡേ ഡേറ്റ് ലൈക്ക് ദാറ്റ് തിങ്, അങ്ങനെ ഒരു ഫോർമാറ്റാണ് നമ്മുടെ ഈ ഒരു ഫോർമാറ്റാണ് നമ്മുടെ RFC ഫോളോ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി അതിനപ്പുറം നോക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ഇനി വരുന്നതാണ് ISO എന്ന് പറഞ്ഞാൽ നമ്മുടെ ISO മെയിൻ ഫോർമാറ്റാണ്. നമ്മൾ മെയിൻലി യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ISO ഫോർമാറ്റാണ്. ഇതിൽ ഇയർ, മന്ത്, ഡേ, അതുപോലെ തന്നെ എന്താ പറയുക, ടൈം സോൺ, ഹവർ, മിനിറ്റ്, സെക്കൻഡ്സ്, അത് കഴിഞ്ഞാൽ വരുന്നത് ടൈം സോൺ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇതിൽ വരുന്നത്, ISO ഫോർമാറ്റിൽ വരുന്നത്. ഇത് കോമൺലി യൂസ് ഇൻ APIs, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഡാറ്റാബേസസ് ആൻഡ് സിസ്റ്റംസ് റിക്വയർ പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ് ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ISO ആയിരിക്കും. ISO നിങ്ങൾ മാക്സിമം ISO തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ISO utilize that data format universally recognize that things, and T separates the date and time portion. ഓക്കെ, ഡേറ്റിനും ടൈമിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ T എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. അതുപോലെ hence with set to denote UTC ടൈം, അതായത് നമ്മുടെ ടൈം ഫോർമാറ്റ് ആണെന്ന്, അതായത് സോൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് ഇന്ത്യയിലൊരു സോൺ ആയിരിക്കും, പല രാജ്യത്തും പല ടൈം സോണുകളായിരിക്കുമല്ലോ, പല ടൈമുകളായിരിക്കും. അപ്പോൾ അത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഫോർമാറ്റുകൾ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നിങ്ങൾ ഈ സംഭവം ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതിനപ്പുറം ഒന്നും നോക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് ചേഞ്ചിങ് ആണ്, കൺവേർട്ടിങ് ഫോർമാറ്റ് ആണ്. ഓക്കെ, അതായത് വൺ ഫോർമാറ്റ് ടു അനദർ. ഓക്കെ, വൺ ഫോർമാറ്റ് ടു അനദർ. ഇങ്ങനെ ഫോർമാറ്റ് മാറ്റി കളിക്കുന്നതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഫോർമാറ്റ് മാറ്റാന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു ഡേറ്റ് ഇടുവാണ്, ജസ്റ്റ് ഒരു ഡേറ്റ്. യാ, നമുക്ക് GPT സജഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ലൈക്ക് ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ഇവിടെ കൺസോൾ ലോഗ് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഫോർമാറ്റ് ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് മൊമെന്റ് ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസോൾ ഡോട്ട് ന്യൂ ഡേറ്റ്, നമുക്ക് ഇനി ഇതിൽ വെച്ചാക്കിയാൽ മതി. നമുക്ക് ഈ ന്യൂ ഡേറ്റ് ഇപ്പം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഡേറ്റിൽ വരുന്നത് ഒരു മൊമെന്റ് ഒബ്ജക്റ്റ് ആണ്. വാട്ട് ഈസ് ദിസ് തിങ്? ഞാൻ അത് ഡീബഗ് ചെയ്ത് കാട്ടിയിരുന്നതായിരിക്കും കുറച്ചുകൂടി ഭേദം. സോ നിങ്ങൾക്ക് ഇപ്പോൾ അതിനെപ്പറ്റി വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഫോർമാറ്റുകൾ ചേഞ്ച് ചെയ്യുന്നതെങ്ങനെയാണെന്ന് കാണിക്കാം. ഡോട്ട് ഫോർമാറ്റ് എന്നടിക്കുക. ഡോട്ട് ഫോർമാറ്റ് എന്ന് അടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടും. നമ്മുടെ ഈ ഒരു ഡേറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി തരുന്നതായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു ഡേറ്റിനെ ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈം സോൺ അല്ലെങ്കിൽ HHSS എന്ന് അടിച്ചു കഴിഞ്ഞാൽ 00 ആയിട്ട് അറ്റത്ത് വരുന്നതായിരിക്കും. ബിക്കോസ് വി ഹാവിൻറ്റ് ഗിവൺ ടൈം ടു ദാറ്റ്. അപ്പോൾ ടൈം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവിടെ ജസ്റ്റ് 00 എന്ന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് ഈ ഒരു സംഭവത്തിന് എങ്ങനെ ഒരു ഫോർമാറ്റിക് ആണെങ്കിൽ നോക്കാൻ പറ്റും. ഓക്കെ, യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഫോർമാറ്റിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ടു ISO സ്ട്രിങ്. നമുക്ക് ഈ ഒരു സാധനത്തിന് ISO സ്ട്രിങ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് ടു ISO സ്ട്രിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ISO സ്ട്രിങ്ങിൽ ഇതേ കണ്ട, അതായത് ഈ ഒരു ISO സ്ട്രിങ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ISO സ്ട്രിങ്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ UTC യൂസ് ചെയ്യാം. UTC ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ എ മൊമെന്റ് ഒബ്ജക്റ്റ്, ആൻഡ് നമുക്ക് മറ്റേ RFC ഫോർമാറ്റിൽ സംഭവമാണെങ്കിൽ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ നോക്കാനുള്ളത്, മെയിൻലി ഈ ഫോർമാറ്റിൽ നോക്കാനുള്ളത് ഇനിയുണ്ട്. ഓക്കെ, ഈ ഫോർമാറ്റിൽ നിങ്ങൾ ഡേറ്റ് ആക്കി ചെയ്യുമ്പോൾ വരുന്ന ഡിസഡ്വാൻറ്റേജസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ ഫോർമാറ്റ്
അല്ലെങ്കിൽ 2ISO സ്ട്രിങ് എന്ന് പറയും. 2ISO സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ഫോർമാറ്റ് ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2ISO സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഫോർമാറ്റ് ആണ്. ഓക്കെ, ISOയുടെ സ്ട്രിങ് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ ഈ ന്യൂ ഡേറ്റ് മാറ്റിയിട്ട് നമുക്കിവിടെ എന്താ പറയാ സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ എന്താ പറയാ എൻഡ് ഡേറ്റ് ഒരു ഡേ നമുക്ക് ഇങ്ങനെ ഡേ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു മൊമെന്റ് ഒബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് ഡേയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കൺഫ്യൂസിങ് ആക്കണില്ലേ, ഞാനിവിടെ മാനുവലി ഡേറ്റ് കൊടുക്കും, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 2024/01/01 ഓക്കെ, ലൈക്ക് ദിസ്. ആൻഡ് നമുക്കിവിടെ കൺസോൾ ലോഗ് ചെയ്യാം. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്. ഓക്കെ, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഞാൻ അവിടെ കൺസോൾ ലോഗ് ചെയ്യാണ്. നമുക്ക് ഇതാണ് നമുക്ക് വന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട് ഡേറ്റ് ISO സ്ട്രിങ്ങിൽ കിട്ടിയത്, ഇതാണ് എൻഡ് ഡേറ്റ്. ഓക്കെ, അതായത് 2023 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ബിക്കോസ് ISO സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ടൈം സോൺ അനുസരിച്ച് ഇത് ബാക്ക്വേർഡ് പോകും. അപ്പോൾ ബാക്ക്വേർഡ് പോകാന്ന് പറഞ്ഞാൽ ഈ ടൈം സോൺ ഫോളോ ചെയ്യുന്നത് 000 ആണ്. അപ്പോൾ ഇത് ഗ്ലോബലി യൂണിവേഴ്സൽ ടൈം സോൺ ആണ്. സോ അത് നമ്മുടെ ടൈം സോൺ വെച്ച് നോക്കുമ്പോൾ ബാക്കിലോട്ടാണ് പോയി നിൽക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സംഭവം ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്കിതിനെ ഗ്ലോബൽ ആയിട്ടുള്ള മൊമെന്റ് ഒബ്ജക്റ്റ് ആക്കണം. അതായത് ഒരു സ്ട്രിങ്, അത് എന്തിനാന്ന് ഞാൻ കാട്ടിത്തരാം. അതായത് നമുക്ക് ഒരു ഡിഫറൻസ് കാണണമെങ്കിൽ ഈ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും തമ്മിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് ഞാൻ കാണാം. ഓക്കെ, ലെറ്റ് ഡേയ്സ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് ഡേറ്റ് ഇഫ് എൻഡ് ഡേറ്റ് ആൻഡ് നമുക്ക് കൺസോൾ ലോഗ് ഡേയ്സ്. what the heck is this date format date and all 2020/01/01 ഓക്കെ, ഇവിടെ നമുക്ക് ഡേയ്സ് കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ സാധനം കിട്ടത്തില്ല. അതായത് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ്. ലൈക്ക് ഇറ്റ് ഈസ് ആൻ എറർ. ഓക്കെ, അതായത് നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഇങ്ങനെ ഡിഫറൻസ് കാണാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് എന്താ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇത് എങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇതൊരു ക്രൂഷ്യൽ തിങ് ആണ്. കാരണം മൊമെന്റ് ഒബ്ജക്റ്റും സ്ട്രിങ്ങും തമ്മിൽ നമുക്ക് ഒരു മെയിൻ ഐഡിയ വേണം. ഓക്കെ, സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതൊരു മൊമെന്റ് സ്ട്രിങ് ആണ്. അതായത് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ആണ്. സോ നമ്മൾ ഈ സ്ട്രിങ്ങിന് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നമ്മൾ ലെറ്റ് പാഴ്സ് ചെയ്യണം. പാഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ മൊമെന്റ് ഒബ്ജക്റ്റിലോട്ട് ഇതിനെ മാറ്റണം. ഓക്കെ, അതിനായിട്ട് പാർസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെന്റ് ഒബ്ജക്റ്റിലോട്ട് പാഴ്സ് ചെയ്യണം. പാഴ്സ് ചെയ്യുമ്പോൾ പലരും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡോട്ട് ഫോർമാറ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ബിക്കോസ് ഡോട്ട് ഫോർമാറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ നിങ്ങളുടെ മൊമെന്റ് ഒബ്ജക്റ്റിന്റെ ഇത് പോകും. ബട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോർമാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് YYY MMTD. ഓക്കെ, ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫോർമാറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പാഴ്സെന്റ് ഇങ്ങനെ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഫോർമാറ്റ് സ്റ്റാർട്ട് ആൻഡ് പാഴ്സ് എൻഡ് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൈനസ് വന്നിട്ടുണ്ട്. കാരണം ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടും എൻഡും, അതായത് സ്റ്റാർട്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇതാണ് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കറക്റ്റ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് മൈനസ് ഡിഫറൻസ് കാണുന്നത് വലുതിന്ന് ചെറുതിക്കാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് എന്താ പറയാ ഇതിന്ന് വലുത് ഇതാണല്ലോ, അതായത് ഏതാ എൻഡാണ് വലുത്. അപ്പോൾ ഫസ്റ്റ് വലുതിന്ന് എൻഡ് ടു സ്റ്റാർട്ട്, അതായത് എൻഡിൽ നിന്ന് ബാക്കിക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര ഇതുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് സെറ്റ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എൻഡ് സ്റ്റാർട്ടൊക്കെ സെറ്റ് ആവുന്നതായിരിക്കും.
ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഈ മൊമെന്റിന്റെ ഫോർമാറ്റിന്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീബഗ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഡീബഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ഡീബഗ് എടുക്കുക. ഓക്കെ. ഡീബഗ് ടെർമിനൽ എടുത്തിട്ട് നമുക്കിവിടെ നോട്ട് മോൺ തന്നെ എടുക്കാം. നോട്ട് മോൺ. ഓക്കെ. ദെൻ നോട്ട് മോൺ എടുത്തിട്ട് ഞാനിവിടെ ബ്രേക്ക് പോയിന്റ് ഇടാണ്. ഓക്കെ. ഒരൊറ്റ ബ്രേക്ക് പോയിന്റ് മതി. ആൻഡ് നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റാം. ഓക്കെ. ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഒരു സ്ട്രിങ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു സ്ട്രിങ് ആണ് വരുന്നത്, ISO സ്ട്രിങ് ആണ്. ദെൻ നമുക്കിവിടെ പാഴ്സ് ചെയ്ത ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഫോർമാറ്റ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഫോർമാറ്റ് ആണ്? നമ്മൾ പഠിച്ചു RFC 2822 ഫോർമാറ്റിലാണ് ഇത് വരുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇത് എന്ന് പറഞ്ഞ ഫോർമാറ്റ് നമ്മളിവിടെ ഫോർമാറ്റ് മാറ്റിയ ഫോർമാറ്റിലാണ് വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ, നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള സ്ട്രിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലോക്കൽസ് വരുന്നുണ്ട്, ഏത് ഭാഷയാണ് ഇവിടെ, അതായത് ABBR ഏത് ഭാഷയാണ് വരുന്നത്. അതുപോലെ ഇങ്ങനെ കുറേ 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 സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈസ് വാലിഡ് ട്രൂ ആണ്, വാലിഡ് ആണോ, ഇറ്റ്സ് UTC ആണോ, അല്ല UTC അല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഈ ഒരു സാധനം ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നോക്കി കഴിഞ്ഞാൽ ഇവിടെ എൻഡും അതുപോലെ കിട്ടുന്നുണ്ട്, സ്റ്റാർട്ടും ഇത് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഡിഫറൻസ് കാണാം. അതുപോലെ അങ്ങനത്തെ ഓപ്പറേഷൻസ്, അതായത് ആഡ് ചെയ്യുക, ഡിഫറൻസ് കാണാം. വാട്ട് എവർ നിങ്ങളെ മൊമെന്റിൽ എന്ത് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട്? നിങ്ങൾക്ക് മൊമെന്റിന്റെ ഒബ്ജക്റ്റ് ആവശ്യമുണ്ട്. അതാദ്യം മനസ്സിലാക്കിക്കുക. മൊമെന്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൊമെന്റിന്റെ ഈ ഫംഗ്ഷൻ വിളിക്കണം. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇൻ മോസ്റ്റ് കേസസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫോർമാറ്റ് കൊടുക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോർമാറ്റിലോട്ട് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ബട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സ്ട്രിങ്ങിൽ നമുക്ക് ഒരൊറ്റ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. മൊമെന്റിന്റെ എന്ത് ഓപ്പറേഷനും ചെയ്യുന്നെങ്കിൽ അത് പാഴ്സ് ചെയ്തൊരു ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് അതിലെ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഇനി ഈ എൻഡ് ഡേറ്റിലോട്ട് നമുക്കൊരു എന്താ പറയാ 10 ദിവസം ആഡ് ചെയ്യണം. 10 ദിവസം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പാഴ്സ്, ഞാൻ ഈ ടെർമിനൽ ഓഫ് ചെയ്ത് വെക്കട്ടെ. ഓ മൈ ഗോഡ്. ഓക്കെ. പാഴ്സ് എൻഡ് ഡോട്ട് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് 1 day. ഇപ്പോൾ 1 day ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ 1 day എന്ന് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ പാഴ്സ് എൻഡ് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ. ഓക്കെ. പാഴ്സെന്റ് എന്ന് പറഞ്ഞാൽ 1 day പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് ഒരു ദിവസം പ്ലസ് ആയിട്ടുള്ള ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ കൊടുത്താൽ പോരാ. അതായത് നമ്മൾ ഇത് ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ. ലെറ്റ് അപ്ഡേറ്റഡ് നമുക്കിത് വേണമെങ്കിൽ ഇനി നമുക്ക് സ്ട്രിങ്ങിലോട്ട് ആക്കണമെങ്കിൽ ISO സ്ട്രിങ് അല്ലെങ്കിൽ ഫോർമാറ്റ് യൂസ് ചെയ്താൽ മതി. നമുക്കിവിടെ ഇത് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഓക്കെ. നമുക്കിവിടെ എന്താ പറയാ, need to get that date. നമ്മൾ ഏത് ഡേറ്റ് ആണ് കൊടുത്തത്? ഓക്കെ. നമ്മൾ കൊടുത്തത് പാഴ്സെന്റ്. ഓക്കെ. ലെറ്റ്സ് സീ വാട്ട് ഈസ് ലോഗിങ്. ഇപ്പോൾ 2023 ഇത് തന്നെയാണ് കിട്ടിയത്. വൈ? ലെറ്റ്സ് ചെക്ക്. വി ക്യാൻ ആഡ് 10 days and check. ഓക്കെ. 10 days ആഡ് ചെയ്തപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. അതായത് ആ ടൈം സോണിന്റെ എറർ ആണ്. അപ്പോൾ നമ്മൾ 10 ദിവസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. 10 ദിവസം, അതായത് 9-ാം തീയതി ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ ടെർമിനൽ നോക്കാട്ടാ, കാണില്ലെങ്കിൽ ഞാൻ സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം. ഓക്കെ. ദിസ് ഈസ് ഇനഫ്, ഐ തിങ്ക് സോ. ഓക്കെ. ആൻഡ് വാട്ട് നെക്സ്റ്റ്? നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്തു, അതുപോലെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും.
ട്രാക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 10 ദിവസം കുറഞ്ഞിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പോകാം. അതായത് സ്ട്രിങ്ങും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവത്തിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഈ സാധനം ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാതും മൊമെന്റിന്റെ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് മൊമെന്റിന്റെ സാധനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ 2 സാധനങ്ങൾ കാട്ടിത്തരാം. അതായത് സ്റ്റാർട്ടും എൻഡും. ഓക്കെ, സ്റ്റാർട്ട്, എൻഡ്, ബിഫോർ, ആഫ്റ്റർ. ഓക്കെ, ഈ ഒരു സാധനമാണ് ജസ്റ്റ് നോക്കേണ്ടത്. അതായത് ജസ്റ്റ് ഒരു മൊമെന്റ് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു മൊമെന്റ് ഒബ്ജക്റ്റ്, ദിസ് ഈസ് ഇനഫ്. ആൻഡ് ഈ ഒരു മൊമെന്റ് ഒബ്ജക്റ്റിൽ നമുക്ക് ഈ ഒരു ഡേരെ ഞാൻ ഇവിടെ ടൈം കൊടുക്കുകയാണ്. ലൈക്ക് 12 മണി. 12 മണി എന്ന് പറഞ്ഞ ടൈം കൊടുക്കുകയാണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡേരെ സ്റ്റാർട്ടിങ് തൊട്ട് ഉള്ളത് കിട്ടണം. അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ കൺസോൾ കൺസോൾ ഡേറ്റ് ഡോട്ട് സ്റ്റാർട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ഓഫ് മിനിറ്റ് ചെയ്യാം, അതുപോലെ ഹവർ ചെയ്യാം. നമ്മളിവിടെ ഡേ ആണ് കൊടുക്കുന്നത്. ഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു മൊമെന്റ് ഒബ്ജക്റ്റ് ആണ് കിട്ടുന്നത്. സോ നമുക്കത് 2ISO സ്ട്രിങ് ആക്കാം. 2ISO സ്ട്രിങ്. ഓക്കെ, നമുക്ക് ഇവിടെ ISO സ്ട്രിങ് ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കിട്ടുന്നത് ഇങ്ങനൊരു സംഭവമാണ്. ബിക്കോസ് ISO സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ഡേറ്റ് ഇതാണ്. നമുക്ക് ഇനി ഫോർമാറ്റ് നോർമൽ ഫോർമാറ്റിലാക്കി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം കറക്റ്റ് കാണാൻ പറ്റത്തില്ല. ISO സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റി 12 എന്നുള്ളത് മാറി 0000 ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ പറയാ, ഈ സ്റ്റാർട്ട് ഓഫ് മാറ്റിയിട്ട് ഇവിടെ എൻഡ് ഓഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എൻഡ് ഓഫ്, അതായത് ഇവിടെ 12 മണിക്ക് തൊട്ട് മുമ്പുള്ള 11:59 ആ ഒരു സംഭവം കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ടെർമിനൽ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാട്ടിത്തരാം. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ഓഫ് ആണെങ്കിൽ ഇവിടെ 000000 ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാർട്ട് ഓഫ് എൻഡ് ഓഫും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ബിറ്റ്വീൻ, ഈസ് ആഫ്റ്റർ. ഓക്കെ, ഈ 2 ചെക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ടൈമിന് മുകളിലാണോ താഴെയാണോ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സാധനമാണ് ഈസ് വാലിഡേറ്റ്. ഓക്കെ, ഈസ് വാലിഡേറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു സംഭവം ശ്രദ്ധിക്കണം. അതായത് ഞാൻ കാട്ടിത്തരാം. ലെറ്റ് സ്ട്രിങ് ഡേറ്റ് ഡേറ്റ് ഡോട്ട് ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 തരം ഡേറ്റ് ഉണ്ട്. അതായത് ഡേറ്റ് ഒബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഡേറ്റ് ഒബ്ജക്റ്റ് എന്നാണ് ചെക്ക് ഡേറ്റ്. അതായത് മൊമെന്റിന്റെ ഒബ്ജക്റ്റ് ഡേറ്റും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിങ് ഡേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 തരം ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഡേറ്റിനെയാണ് നമുക്ക് ഫോർമാറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇനി ഇവിടെ രണ്ടിലും ഈസ് വാലിഡേറ്റ് യൂസ് ചെയ്യാണ്. കൺസോൾ ഡോട്ട് ഡോക് ഈസ് ആഫ്റ്റർ കാട്ടിരാട്ടാ. ഈസ് ഒബ്ജക്റ്റ് ഡോട്ട് ഈസ് വാലിഡ് ഇങ്ങനെ യൂസ് ചെയ്യാം. കൺസോൾ ഡോട്ട് സ്ട്രിങ് ഡോട്ട് ഈസ് വാലിഡ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഇവിടെ നമുക്കൊരു എറർ വന്നു, കാരണം ഇവിടെ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റിൽ മാത്രമാണ് നമുക്ക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് ഇതിനെ ഒബ്ജക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ രണ്ടും ട്രൂ വന്നിട്ടുണ്ട്, ബിക്കോസ് രണ്ടും സ്ട്രിങ് ഫോർമാറ്റ് ആണ്. നമുക്ക് ഇവിടെ ഇനി എന്തെങ്കിലും ഒരു വേറൊരു സംഭവം കൊടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ ഫോൾസ് വന്നിട്ടുണ്ട്, നമുക്ക് എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. ISO സ്ട്രിങ് ഫോർമാറ്റ് അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് പ്ലസ് ഒരു ഫോൾസ് മെസ്സേജും കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ അൺവാണ്ടഡ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസ് വാലിഡ് ഫോൾസ് ആയിട്ട് കാണിക്കും. അല്ല, നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രൂ എന്നുള്ള വാല്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഈസ് വാലിഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇനി യൂസ് ചെയ്യുന്നത്
നമുക്ക് പഴയ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കിട്ടും. അതായത് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ വാലിഡേറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മളിൽ പാസ് ചെയ്ത ഡേറ്റ് ഉണ്ട്. അതിനായിട്ട് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പാസ് ഡേറ്റ് എൻഡ് ഡേറ്റിന് ഇതാണ് ഈസ് ആഫ്റ്റർ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ഡേറ്റ് ഈസ് ആഫ്റ്റർ എൻഡ് ഡേറ്റ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫോൾസ് വന്നിട്ടുണ്ട്. എന്താ കാരണം? അതായത് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ് എൻഡ് ഡേറ്റിനേക്കാളും ആഫ്റ്റർ അല്ലേ? യെസ്, ഇറ്റ് ഈസ് ആഫ്റ്റർ, ബട്ട് വൈ ഇറ്റ് ഈസ് നോട്ട് കമ്മിങ്? നമുക്ക് ഇനി ബിഫോർ ട്രൈ ചെയ്ത് നോക്കാം. ഈസ് ബിഫോർ ട്രൂ ആണ്, ഇതിന് മുമ്പാണ് എൻഡ് ഡേറ്റ് വരുന്നത്. ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈസ് ബിഫോർ ഈ ഒരു സാധനം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതൊരു ഇൻപുട്ടിന് വെച്ചാണ്. അതായത് ഈ ഒരു ഇൻപുട്ടിനെ വെച്ചാണ് നോക്കുന്നത്. അതായത് ഈ ഒരു സാധനം ഇതിനു മുമ്പാണോ? ഓക്കെ, മനസ്സിലായോ? അതായത് ഈ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഡേറ്റ് വരുന്നത് കറന്റ് നമ്മളിപ്പോ കറന്റ് ഡേറ്റ് നമുക്കിപ്പോ അതെങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് വേണ്ടത് എന്താണ്? അതായത് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റിനേക്കാളും വലുതാണ്. സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റിനേക്കാളും വലുതാണ്. ഓക്കെ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എൻഡിനേക്കാളും വലുതാണ്. അപ്പോ ഇങ്ങനെ വരാം, എൻഡ് ഗ്രേറ്റർ ദാൻ സ്റ്റാർട്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഡേറ്റ് എന്തായിരിക്കും? അപ്പൊ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻഡ് ഗ്രേറ്റർ ദാൻ സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് ട്രൂ വരുന്ന കണ്ടീഷൻ ഇങ്ങനെയായിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഈ സംഭവം ഉണ്ട്, എൻഡ് ഗ്രേറ്റർ ദാൻ സ്റ്റാർട്ട്. ഇതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇത് ട്രൂ ആയിരിക്കും. ദെൻ നമുക്ക് ഇത് ലെസ് ദാൻ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഈസ് ബിഫോർ യൂസ് ചെയ്യാം. ബിഫോർ. ഓക്കെ, അപ്പോ തെറ്റാണ്. ബിക്കോസ് എൻഡ് സ്റ്റാർട്ടിനേക്കാളും ചെറുതല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് റോങ്. എൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാർട്ട്, റൈറ്റ്? കാരണം ഈ ഒരു ഡേറ്റിനേക്കാളും വലുതാണ്. ഓക്കെ, എൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാർട്ട്, സോ ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ് ഈസ് ബിഫോർ ആൻഡ് ഈസ് ആഫ്റ്റർ. ആൻഡ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈസ് ബിറ്റ്വീൻ എന്നൊരു സംഭവമുണ്ട്. ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ആയെന്ന് എനിക്കറിയാം, ബട്ട് ഐ നീഡ് ടു മേക്ക് യു നോ തിങ്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതിൽ വേറെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഡ്യൂറേഷൻ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഡ്യൂറേഷൻ വെച്ച് ഇയർ ഏതാണ്, അതായത് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ലീപ്പ് ഇയർ, തേങ്ങ, മാങ്ങ, ഒക്കെ നമുക്ക് മൊമെന്റ് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് എ വാസ്റ്റ് വീഡിയോ. സോ കാരണം അത്രയ്ക്ക് ഇതാണ്. കാരണം ഇതിപ്പോ ഫസ്റ്റ് ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ വെച്ചിട്ട് ഈ ഒരു രണ്ട് ഡിഫറൻസ് തമ്മിൽ എത്രയ്ക്ക് എന്താ പറയാ, ഇയേഴ്സിന് ഡിഫറൻസ് ഉണ്ട്, ഡേയ്സിന് ഡിഫറൻസ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് എടുക്കുന്നതാണ്. ഡേയ്സ് ആണോ ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്ത്, മില്ലി സെക്കൻഡ്സ് ആണോ ഇയർ ആണോ, ആ ഒരു സാധനം നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ബിറ്റ്വീൻ ആണ് ടോപ്പിക്കിൽ ആണ്. അതായത് ഇത് രണ്ടും ഈ മൊമെന്റിന്റെ ബിറ്റ്വീൻ ആണോ, ആണെങ്കിൽ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ നോ എന്ന് പറയും. ഓക്കെ, ഓക്കെ, ഇവിടെ നോ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഏതാ? 14/11/2024 ബിറ്റ്വീൻ ആണോ? അല്ല. നമുക്ക് ഇത് 2025 ആക്കി നോക്കാം. ബിറ്റ്വീൻ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു രണ്ട് ഡേറ്റിന്റെയും ബിറ്റ്വീനിലാണ് ഇന്നത്തെ ഡേറ്റ് വരുന്നത്. കറണ്ട് ഡേറ്റ് ആണിത്. മൊമെന്റ് ഇങ്ങനെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റ് ആയിരിക്കും നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ,
ലൈക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് ട്രൈ ടു ലേൺ തിങ്സ്, ഓക്കെ. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ആ ഡോക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, ഓക്കെ. ആൻഡ് വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ. സോ ദെൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്, ഓക്കെ. ദെൻ ഈസ് ബിറ്റ്വീൻ, അത്രയ്ക്കാണ് ഈസ് ബിറ്റ്വീൻ്റെ ഉള്ളത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആൻഡ് ഫോർമാറ്റ് സ്ട്രിംഗ് ഒബ്ജക്റ്റ്, ഓക്കെ. അതായത് എനിക്ക് വന്നൊരു ടാസ്ക് ആണ്, അതായത് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നൊരു പ്രോബ്ലം ആണ്. നമ്മളിത് ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്, ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു തന്നതാണ്. ആൻഡ് നമുക്കിത് ഒന്നുകൂടി എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ലൈക്ക് 2024 11 and we have one format, okay, like this format, or we have that in an ISO format. Okay. ഇത് ISO ഫോർമാറ്റിലാണ് നമുക്ക് ഉള്ളതെന്ന് വിചാരിക്കുക, ഓക്കെ. ലൈക്ക് നമുക്ക് ഇവിടെ ഒരു ലെറ്റ് ISO equal to ISO, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കാം. അതായത് നമുക്കൊരു സ്ട്രിങ് ആയിട്ടുള്ള ISO ഫോർമാറ്റിലുണ്ട്. നമുക്കിത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഏത് ഫോർമാറ്റിലോട്ടാക്കണം, ലൈക്ക് കൺവേർട്ട് ടു വിച്ച് ഫോർമാറ്റിൽ, ഏതൊരു ഫോർമാറ്റിക്കാണ് നിങ്ങൾക്ക് ആക്കുന്നത്. അതായത് എനിക്ക് ഫോർമാറ്റിക്ക് ആക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ലൈക്ക് എന്താ പറയുക, 2011 ലൈക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിലോട്ടാണ് ആക്കേണ്ടത്. ബട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ നല്ല ടൈം ഡിഫറൻസ് വരും, ബിക്കോസ് ഓഫ് ദ ടൈം സോൺ, ഓക്കെ. ടൈം സോൺ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഡിഫറൻസ് വരും. സോ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനാദ്യം നമുക്ക് ഏത് ഫോർമാറ്റിലോട്ടാണ് ആക്കേണ്ടത്, ലൈക്ക് ലോക്കൽ ഫോർമാറ്റ്, നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലോട്ടാണോ ആക്കേണ്ടത് ആ ഒരു ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യാം, ഓക്കെ. ആ ഒരു ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിനൊരു മൊമെന്റ് ഒബ്ജക്റ്റ് ആക്കാം. ലെറ്റ് മൊമെന്റ് bj is equal to, നിങ്ങൾക്ക് ഈ ഒരു ലോക്കൽ ഫോർമാറ്റിലുള്ള സംഭവം ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സ്റ്റിൽ യു വിൽ ഗെറ്റ് ദാറ്റ് വാർണിംഗ് മെസ്സേജ്. സോ നിങ്ങൾക്ക് ഈ ഒരു വാർണിംഗ് മെസ്സേജ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഈ ഒരു ISO ഫോർമാറ്റിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കേണ്ടി വരും. ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ലൈക്ക് ദിസ്, ഓക്കെ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ച് ഒരു നോർമൽ ഒബ്ജക്റ്റിലേക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും, ഓക്കെ. ആൻഡ് വാട്ട് എൽസ്, കൺസോൾ ലോഗ്. നിങ്ങൾക്ക് എന്നിട്ട് ഇതിന്റെ ഫോർമാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതിനെ തിരിച്ച് നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങൾക്ക് വേണ്ട ഏത് ഫോർമാറ്റ് ആണോ അതിലോട്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും, ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ISO ഫോർമാറ്റിലുള്ള ഒരു സ്ട്രിങ്ങിനെ എടുത്ത് എന്ത് ചെയ്തു, നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു മൊമെന്റ് ഒബ്ജക്റ്റ് ആക്കി മാറ്റി, മാറ്റിയതിന് ശേഷം നിങ്ങൾക്കപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നും വരുന്നില്ല, ഓക്കെ. ലൈക്ക് ദിസ് ഓക്കെ. ഇങ്ങനെ ചെയ്താലും ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും, ഓക്കെ. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ഡേറ്റ് ആണ് കൊടുത്തത്. നമുക്ക് ഇനി ഡേറ്റ് ഒന്ന് മാറ്റി നോക്കാം. 2020 12 Okay, I think this format is invalid and see. Okay. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിന്റെ ISO സ്ട്രിങ് നമുക്ക് നോക്കാം. ISO സ്ട്രിങ് എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും കിട്ടാം. ഇതാണ് ഇതിന്റെ ISO സ്ട്രിങ് വരുന്നത്. ഇതാണ് ഇതിന്റെ ISO സ്ട്രിങ്. യാതൊരു ബന്ധമില്ലാത്തൊരു
രീതിയിലുള്ള ടൈം സോണിലാണ് കിട്ടുക. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ടെക്സ്റ്റിനെ നമുക്ക് തിരിച്ച് ഫോർമാറ്റ് ചെയ്യാനുള്ള ട്രിക്കാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതായത് നിങ്ങൾ ആദ്യം ഇതിനെ ഒബ്ജക്റ്റ് ആക്കുക, ദെൻ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോർമാറ്റിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? വി ഗോട്ട് ആൻ ISO string. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? make a date object and change convert to or change to any format. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ലൈക്ക് ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്, അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ ആൻഡ് ടേക്ക് കെയർ. ഓക്കെ.